ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാരോപിച്ച് 60ഓളം റിട്ടയർഡ് സിവിൽ സർവീസ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നടന്ന ഏറ്റവും സുതാര്യമില്ലാത്തതും നീതിപൂർവമല്ലാത്തതുമായ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് എന്നും ഇന്ത്യൻ പൗരന്മാരോട് ഉത്തരവാദിത്വവും തുറന്ന മനോഭാവവും കാട്ടേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമയാണ് എന്നും കത്ത് ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ, കമ്മീഷൻ അംഗങ്ങളായ അശോക് ലവാസ, സുശീൽ ചന്ദ്ര എന്നിവരെ അഭിസംബോധന ചെയ്തെഴുതിയ കത്ത് ജൂലൈ 2-നാണ് അയച്ചത്. ജനാധിപത്യ പ്രക്രിയയെ അതിന്റെ വിശുദ്ധിയോടെ നിലനിർത്താൻ ഏൽപ്പിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനം തന്നെ അതിന്റെ അടിത്തറ തോണ്ടാൻ കൂട്ടുനിന്നു എന്ന പ്രതിച്ഛായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങളിൽ നടപ്പിലാക്കുന്നത് ഒഴിവാക്കിയും ചിലത് നടപ്പിലാക്കിയതിലൂടെയും ഉണ്ടായെന്നും കത്തിൽ പറയുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിച്ചതിലൂടെ ഒരു പ്രത്യേക സംഘടനയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതിത്വം കാണിച്ചുവെന്നും കത്തിൽ ഒപ്പുവെച്ചവർ കുറ്റപ്പെടുത്തി. കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് മാർച്ച് 10 വരെ വൈകിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫെബ്രുവരി 8 മുതൽ മാർച്ച് 9 വരെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നീട്ടിവെച്ചതാണെന്ന ന്യായമായ സംശയങ്ങളുണ്ട് എന്നും ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഷെഡ്യൂളിനനുസരിച്ച് സമയക്രമീകരണങ്ങൾ നടത്തുന്നത് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെയും നിഷ്പക്ഷതയെയും കുറിച്ചും സംശയങ്ങൾ ജനിപ്പിക്കുന്നുവെന്നും കത്ത് കുറ്റപ്പെടുത്തി. മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വാജാഹത്ത് ഹബീബുള്ള, ഹർഷദ് മന്ദർ, ജപ്പാനിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ അഫ്താബ് സേദ്, മുൻ UPSC മെമ്പർ പ്രവീൺ താർഹ, മുൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറൽ PSS തോമസ്, മുൻ കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി C ബാബു രാജീവ് തുടങ്ങി 84ഓളം മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട കത്തിന് ഗവൺമെന്റിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് വിരമിച്ച ആളുകളുടെയും പിന്തുണയുണ്ട്. ദളിതരും മുസ്ലിങ്ങളുമായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവരെ കൈകാര്യം ചെയ്തതിലെ പക്ഷാപാതിത്വം സംബന്ധിച്ചതുമെല്ലാം കത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പരിശോധന നടത്തിയതിന് മുഹമ്മദ് മുഹ്സിൻ എന്ന കർണാടക കേഡറിലെ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത നടപടിയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ 20 പേജുള്ള കത്തിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ നിയമങ്ങളും മാധ്യമ പെരുമാറ്റച്ചട്ടവും ഭരണകക്ഷി ലംഘിച്ചതും EVM-ൽ വിശ്വസ്തത നഷ്ടപ്പെട്ടതുമെല്ലാം പറയുന്നുണ്ട്. മൊത്തത്തിൽ 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ ശക്തമായ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസ്യത തിരികെ പിടിക്കാൻ കത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.